ഇടുക്കി ഇരട്ടയാറ്റിൽ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും അറിയാതെ സർക്കാർ സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയതായി ഒരു പരാതി വരുന്നുണ്ട്. ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധികൃതരാണ് ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തിയത്. 6ാം ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികളെ മാറ്റി എന്നതാണ് ഉയരുന്ന ആക്ഷേപം. രേഷ്മ ബാബു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് നമുക്ക് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്? അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്ചര്യം തോന്നുന്ന അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളോ അറിയാതെ കുട്ടികളുടെ TC അല്ലെങ്കിൽ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ആ വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധികൃതർ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഒരേ ഒരു സർക്കാർ വക ഇംഗ്ലീഷ് മീഡിയം ശാന്തിഗ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഈ സ്കൂളിലെ 5 വിദ്യാർത്ഥികളെയാണ് മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈ ഒരു തിരിമറി. 6ാം ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കുട്ടികളുടെ രേഖകൾ നീക്കം ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച ഓൺലൈനായിട്ട് ഇവർക്ക് TCക്കുള്ള അപേക്ഷ നൽകുകയായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളുടെയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 കുട്ടികളുടെയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുടെയും TC ആണ് ഇത്തരത്തിൽ കൈമാറിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടികളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും അറിയാതെയാണ് ഇത്തരമൊരു തിരിമറി നടത്തിയത്. മാത്രവുമല്ല മറ്റ് 2 കുട്ടികളുടെ TCക്കുള്ള അപേക്ഷ തിങ്കളാഴ്ച തന്നെ ഓൺലൈനായി സമർപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തങ്ങൾക്ക് മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് പിന്നീട് പിൻവലിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു ആരോപണം നിലനിൽക്കുന്നത് ഒരു വിഭാഗം മാതാപിതാക്കളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് അവരുടെ കുട്ടികളെ മാറ്റാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളോ അറിയാതെയാണ് ഇത്തരത്തിലൊരു TCയിൽ ഒരു തിരിമറി നടത്തിയിരിക്കുന്നത്. കുട്ടികളുടെ വിവരങ്ങൾ ഈ സർക്കാർ സ്കൂളിന്റെ സൈറ്റിൽ നിന്നടക്കം മാറ്റിയതിനു ശേഷം ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് അവരുടെ ഓൺലൈനായിട്ടുള്ള TCക്കുള്ള അപേക്ഷ നൽകിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തിരിമറി നടന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. പ്രത്യേകിച്ച് സർക്കാർ സ്കൂൾ, അതായത് 1800 കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ്. വലിയ രീതിയിൽ നല്ലൊരു പേരൊക്കെ ഉള്ള ഒരു സർക്കാർ സ്കൂളാണ്. പക്ഷേ ഈ സ്കൂളിൽ നിന്നും വലിയ രീതിയിൽ കുട്ടികളെ ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന്, അതായത് ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആക്ഷേപം അതുകൊണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ശനിയാഴ്ച, അതായത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ തന്നെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഈ ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് മാറിയതിന്റെ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതിൽ ഒരു തിരിമറി നടത്തിയതിന്റെ കൗതുകമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും മാത്രമല്ലല്ലോ രേഷ്മ, നമുക്ക് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ ഈ വാർത്തയുടെ അപ്ഡേഷൻസ് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നുകൂടി പറയട്ടെ. കാരണം ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവനും ഉത്തരം പറയേണ്ടി വരുന്നൊരവസ്ഥ കൂടിയല്ലേ രേഷ്മ? തീർച്ചയായിട്ടും. കാരണം ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് കണക്കെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കുട്ടികളെ മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയാണ്. മാത്രവുമല്ല ഇക്കാര്യത്തിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളോ സ്കൂൾ അധികൃതരോ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും അവർക്ക് ലഭ്യമായിരുന്നില്ല. പൊടുന്നനെയാണ് ഈ തിങ്കളാഴ്ച ദിവസം ഇത്തരത്തിൽ 5 കുട്ടികൾ മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറിപ്പോയി എന്നുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കുറ്റക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് ആകെ നാണക്കേടായ ഒരു സംഭവമാണ് സംസ്ഥാനത്ത് തന്നെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതും 1800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, ഇടുക്കിയിലെ തന്നെ ഒരു സ്കൂളിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള നിലപാട് രക്ഷകർത്താക്കളും സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗം മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച് അവരുടെ കുട്ടികളെ ഈ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ ഗവൺമെന്റ് സ്കൂളിനെ
ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ള ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലും വിശദമായിട്ടുള്ള ഒരു നടപടി വേണമെന്നും ആക്ഷേപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. അനു, തീർച്ചയായും രേഷ്മ.